ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. സ്ത്രീകൾക്ക് കാർ ഡ്രൈവിംഗിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എക്സ്പേർട്ട് ആകാം. ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് എല്ലാ സ്ത്രീകളും ഡ്രൈവിംഗ് പഠിക്കുന്നു എന്നുള്ളത്. കാർ ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാറ് പഠിക്കുക അല്ലെങ്കിൽ ടൂ വീലർ പഠിക്കുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക വീടുകളിൽ 1-2 വാഹനങ്ങളുണ്ട്. ഇനി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വാഹനങ്ങൾ ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ പോലും നമുക്ക് വാഹനം മേടിക്കേണ്ട സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ആവശ്യത്തിന് മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്തു പോയി നമ്മളുടെ ആവശ്യം നമുക്ക് നിറവേറ്റണം. അതിന് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ, നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ വളരെ വേഗത്തിൽ എക്സ്പേർട്ട് ആകാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ചില ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക, ഒരുപാട് പ്രയോജനം ചെയ്യും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കാർ ഡ്രൈവിംഗിന്റെ ബാലപാഠം പഠിച്ചു അല്ലെങ്കിൽ ബേസിക് പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ പേടി കൂടാതെ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കണം. അതായത് നമുക്ക് നല്ല കോൺഫിഡൻസോടെ വാഹനം ഒറ്റയ്ക്ക് റോഡിൽ ഡ്രൈവ് ചെയ്യണം. വാഹനം പഠിച്ചു കഴിഞ്ഞാലും പല ആൾക്കാർക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ഫിയർ ആണ്. കാരണം തൊട്ടടുത്ത ഒരാളുണ്ടെങ്കിലേ ഞാൻ ഡ്രൈവ് ചെയ്യൂ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ബേസിക് പഠിച്ചവർ നിങ്ങളെ ഡ്രൈവിംഗ് രീതി ഇങ്ങനെ മാറ്റിയിട്ടൊന്ന് പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഡ്രൈവേഴ്സ് ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് വാഹനത്തിൽ കയറിയിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഫസ്റ്റ് കാലെടുത്ത് ബ്രേക്കിലേക്ക് വരുന്നു, രണ്ടാമത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു, വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നുള്ളത്. ഇത് നിങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ ഇനി ചെയ്ത് ശീലിക്കണം. കാരണം ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം നമ്മൾ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങളിങ്ങനെ ക്രമത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ട്രിപ്പിന് തന്നെ വണ്ടി എടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. വണ്ടി എടുക്കുന്ന സമയത്ത് സാധാരണ ഒരു ഡ്രൈവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലച്ച് അയച്ച് പെട്ടെന്ന് വണ്ടി നീക്കുക എന്നുള്ളതല്ല. ഫസ്റ്റ് ഗിയർ കൊടുത്താൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്, ഇപ്പം നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന ആ ഒരു ഹാഫ് ക്ലച്ച് പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് ആ പോയിന്റിലേക്ക് ക്ലച്ച് റിലീസ് ചെയ്ത് കാലെത്തുക എന്നുള്ളൊരു കാര്യമാണ് എല്ലാ ഡ്രൈവേഴ്സും ചെയ്യുന്നത്. കാരണം നമ്മൾ വണ്ടി മൂവ് ആകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതിന് ശേഷം നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാഹനം എടുക്കുമ്പോൾ ഒറ്റയടിക്ക് എടുക്കാതെ നിങ്ങൾ വാഹനത്തെ പതുക്കെ മുന്നോട്ട് എടുക്കാനായിട്ട് പഠിക്കണം. ഇപ്പം എൻ്റെ വണ്ടി ഇവിടെ ലെഫ്റ്റ് ആണ് കിടക്കുന്നത്, ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇതുകൊണ്ട് സ്റ്റിയറിംഗ് ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പതിയെ ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ലൈറ്റ് ഒരു ആക്സിലറേഷൻ ഇതുകൊണ്ട് മുന്നോട്ട് ചെറുതായിട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടി എടുത്താൽ ഉടൻ തന്നെ ഇതുണ്ടോ ബ്രേക്കിലേക്ക് ബാലൻസ് ചെയ്യും, ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി ആ ഹാഫ് ക്ലച്ച് പോയിന്റിലേക്ക് വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്ലോ ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്താണ് എടുക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇത് നിങ്ങൾക്ക് വാഹനം എപ്പോഴും എടുക്കുന്ന സമയത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഡ്രൈവിംഗിൽ ലഭിക്കുന്നതിന് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ലാഗ് വരത്തില്ല സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഈ ലാഗ് വരുന്നത്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇടത്തേക്കാല് ക്ലച്ചിലേക്ക് വെച്ചേക്കുക, വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഉടൻ തന്നെ എന്ത് ചെയ്യണം, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഉടനടി ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ
സെക്കൻഡ് ഗിയറും കൂടെ ഉടനടി നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൊടുക്കുക. ഒരു ഗിയറിൽ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാതിരിക്കുക. എന്നിട്ട് നമുക്കിനി ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകരുത്. ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൈ നിങ്ങളുടെ വലത്തെ കൈ ഈ ഒരു ഭാഗത്ത് ബാലൻസ് ചെയ്യുക. ഇതുകൊണ്ട് ഇവിടെ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടെ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കുക, എനിക്ക് ഇത്രത്തോളം സ്റ്റിയറിംഗ് ഈ സൈഡിലേക്ക് തിരിക്കാം, ഇത്രത്തോളം സ്റ്റിയറിംഗ് ഇതുണ്ട് ഈ സൈഡിലേക്ക് എനിക്ക് തിരിക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റിയറിങ്ങിനെ നമുക്ക് അത്യാവശ്യം ഇതുണ്ട് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം ഉദാഹരണം പറയാം, ഇത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയതുകൊണ്ട് ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ഞാൻ ഇവിടെ ഇങ്ങനെ ബാലൻസ് ആക്കി വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു. സിംഗിൾ ഹാൻഡ് കുറച്ച് നേരം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഇടത്തെ കൈ ഗിയർ ലിവറെ വെക്കുക. ഇപ്പം ഞാൻ സിംഗിൾ ഹാൻഡ് ബാലൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് ദൂരം വരികയാണ്. അപ്പോൾ നമുക്ക് ഒരു കൈ ബാലൻസ് ആയല്ലോ. എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കുക, ക്ലച്ച് പിടിക്കുക, തേർഡിലേക്ക് ഇടുക. എന്നിട്ട് ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുക. വീണ്ടും രണ്ട് കൈ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് വീലിലേക്ക് ഇതുപോലെ വരിക. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടും. തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വരത്തില്ല. ഇപ്പം ഞാൻ വീണ്ടും ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടെ തേർഡിൽ വരികയാണ്. സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇങ്ങോട്ടൊന്ന് ബാലൻസ് ചെയ്ത് വണ്ടി കറക്റ്റായിട്ട് നേരെയാണെന്ന് ഉറപ്പ് വരുത്തുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയപ്പോൾ നമ്മൾ ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വീണ്ടും എൻ്റെ രണ്ട് കൈയും സ്റ്റിയറിംഗിലേക്ക് വന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ബാലൻസിങ് ആണ്. ഇപ്പം ഞാൻ നാലാമത്തെ ഗിയറിൽ വരികയാണ്. ഇനി നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കൈ ഉപയോഗിച്ച് ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുക. കുറച്ച് നേരത്തെ മുന്നമേ ഇടത് ചേർന്ന് പോകുന്ന രീതിയിൽ വണ്ടിയെ ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് ക്ലച്ചിലേക്ക് കാല് വരിക, ക്ലച്ച് പിടിക്കാതുകൊണ്ട് ഫോർത്തിൽ നിന്ന് നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇട്ടു. വീണ്ടും രണ്ട് കൈ എന്ത് ചെയ്തു, ഇതുപോലെ സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. പ്രോപ്പറായിട്ട് നിങ്ങൾക്കുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ഡ്രൈവിങ്ങിൽ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ അതുപോലെ ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് എടുക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു വാഹനത്തെ കയറ്റത്ത് സ്ലോ ചെയ്ത് ഓടിക്കണം. അതായത് കയറ്റത്ത് നമ്മുടെ വണ്ടിയെ അനക്കി ഓടിക്കണം. കാരണം കയറ്റത്തൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മുന്നിലൊരു വണ്ടി അനങ്ങി പോവാണ്. ആ വണ്ടിയുടെ വേഗതയ്ക്കനുസരിച്ച് നമ്മുടെ വണ്ടിയെ അനക്കി ഓടിക്കുക എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ നല്ല പ്രാക്ടീസ് വേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം. അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രേക്ക് എൻ്റെ കാലുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരും. ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ച് പോയിന്റ് പ്രോപ്പർ ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തു. ഇപ്പം എൻ്റെ വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് കയറ്റത്ത് നിൽക്കുകയാണ്. അതായത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ നിൽക്കുകയാണ്. ഇനി ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങും. ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ഞാൻ എത്രത്തോളം കാല് പതുക്കെ അയക്കുന്നു അത്രത്തോളം പതിയെ വണ്ടി നീങ്ങത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് സ്പീഡ് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് ഇതുകൊണ്ട് ശകലം കൂടുതൽ കൊടുത്ത് പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് പതിയാണ് അയക്കുന്നതെങ്കിൽ ഇതുണ്ടോ നമ്മുടെ വണ്ടി പതിയെ നീങ്ങും. ഇനി ഇത്രയും കൂടെ നമുക്ക് വണ്ടിയെ സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ച് അയക്കുന്ന റിലീസ് ചെയ്യുന്ന രീതി, ഇപ്പം ഞാൻ ക്ലച്ചിലും ആക്സിലറേഷൻ വണ്ടി നിർത്തിയേക്കാണ്. ക്ലച്ചിൽ നിന്ന് അയക്കുന്ന രീതി കുറച്ചും കൂടെ പതിയാക്കുക. എത്രത്തോളം പതിയാക്കണോ അത്രത്തോളം പതിയെ നീങ്ങും. അപ്പം നമ്മളിവിടെ ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുക്കണം. ഇപ്പം നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ ഞാൻ ശകലം കൂടുതലായിട്ട് കൊടുത്തോണ്ട് ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് വളരെ സാവധാനത്തിൽ അയച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ നമ്മുടെ വണ്ടി സാവധാനത്തിൽ നീങ്ങും. ഇനി ആക്സിലറേഷൻ കൂടുതൽ കൊടുത്തോണ്ട് ക്ലച്ചിൽ നിന്ന് കൂടുതൽ നമ്മൾ സ്പീഡിൽ അയച്ചു കഴിഞ്ഞാൽ, അതായത് ക്ലച്ചിൽ നിന്ന് അയക്കുന്ന റിലീസിങ് കുറച്ചും കൂടെ വേഗത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി വേഗത്തിൽ നീങ്ങും. ഇനി ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിന് അളവനുസരിച്ച് എന്ത് ചെയ്യും, വണ്ടിയുടെ വേഗത നമുക്ക് കൂട്ടാനായിട്ട് കഴിയും. അപ്പോൾ ഈ ക്ലച്ച് റിലീസിങ്ങും ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും നിങ്ങൾ ഡ്രൈവിങ്ങിൽ കറക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.